ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജാസിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അർഷസ് അല്ലെങ്കിൽ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കോസസ്, എൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ മലദ്വാരത്തിൽ വരുന്ന വെയിൻസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ്, അതിൻ്റെ രക്തക്കുഴലുകളുടെ വീക്കം സംഭവിക്കുന്നത് മൂലമാണ് നമുക്ക് സാധാരണയായിട്ട് ഈ അർഷസ് ഉണ്ടാകുന്നത്. നമ്മൾ അതിനെ തന്നെ ഒരു വെരിക്കോസ് വെയിൻ മലദ്വാരത്തിലുള്ള ഒരു വെരിക്കോസ് വെയിൻ കണക്കാണ് അർഷസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെയാണ് പ്രഷർ തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിനുള്ള കോസ്. അതായത് അവിടെ ആ രക്തക്കുഴലുകൾക്ക് നമ്മൾ അധികം പ്രഷർ കൊടുക്കുന്നത്, അധികം സമ്മർദ്ദം ചെലുത്തിയാൽ നമുക്കത് പുറത്തേക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പം അത് ആ രീതിയിൽ നമ്മൾ ബാത്റൂമിലിരുന്ന്, അതായത് മോശം പോകുന്ന സമയത്ത് ബാത്റൂമിൽ ഒരുപാട് നേരം സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. അത് ഈ രക്തക്കുഴലുകൾക്ക് വീക്കം സംഭവിക്കാനും അത് താഴോട്ട് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, ആഹാരത്തിൽ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല 8 ഗ്ലാസ് മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, മാംസാഹാരങ്ങൾ ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക പൈൽസ് ഉള്ളവർ. മാത്രമല്ല, അധികമായിട്ട് വണ്ണം വയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. മാത്രമല്ല, പ്രഗ്നൻസി സമയത്ത് ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് ആ സമയത്ത് ശ്രദ്ധിക്കുക. അധികം നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇതിനായിട്ട് ഉള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വേദനയായിരിക്കും. അധികം വേദന, അതുപോലെ തന്നെ രക്തസ്രാവം, അതുപോലെ തന്നെ ചൊറിച്ചിൽ, പിന്നെ അതുപോലെ മോഷൻ പാസ് ചെയ്യുമ്പോഴുള്ള വേദന. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇതിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ഇതിന് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്ന് നോക്കാം. അതായത് നമ്മൾ എപ്പോഴാണോ ഇത് പുറത്തേക്ക് വരുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ സാധാരണയായിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. അതിൽ നമ്മൾ ഇത് 4 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ ഈ പൈൽ മാസിനെ തിരിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ പൈൽ മാസ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഡിഗ്രി എന്ന് പറയുന്നത് ഇത് ഉള്ളിൽ തന്നെ ആയിരിക്കും. നമുക്ക് കാണാനോ ഇതിനെ ഫീൽ ചെയ്യാനോ പറ്റത്തില്ല. അത് രണ്ടാമത്തെ ഡിഗ്രി, അതായത് സെക്കൻഡ് ഡിഗ്രി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇത് സ്വന്തമായി തന്നെ മോശം പാസ് ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തേക്ക് തള്ളി വരികയും അത് സ്വന്തമായി തന്നെ അകത്തേക്ക് പോവുകയും ചെയ്യുമ്പോൾ അത് സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ ഡിഗ്രി ആയിട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് അത് ഈ മോശം പാസ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് തള്ളി വരികയും അകത്തേക്ക് നമുക്ക് തള്ളി വിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരികയും ചെയ്യുന്നതാണ് തേർഡ് ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ഡിഗ്രി വരുമ്പോൾ നമുക്ക് ഇത് മോശം പാസ് ചെയ്യുമ്പോൾ ഇതേ കണക്ക് തള്ളി വരികയും അകത്തേക്ക് ആക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതായത് തള്ളി വിട്ടാൽ അകത്തേക്ക് പോകാത്തൊരവസ്ഥ, അതാണ് ഫോർത്ത് ഡിഗ്രി. അപ്പം ഈ തേർഡ് ഡിഗ്രിയിലും ഫോർത്ത് ഡിഗ്രിയിലാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത്. മാത്രമല്ല, ബ്ലീഡിങ് ഉള്ളപ്പോഴൊക്കെ നല്ല വേദനയും ബ്ലീഡിങ്ങും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് എന്തായാലും വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. നമുക്കിതിൻ്റെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് ആയുർവേദത്തിൽ ലഭ്യമായെന്നതിനെക്കുറിച്ച് നോക്കാം. ആദ്യമായി തന്നെ നമ്മൾ അതുപോലത്തെ മോഷൻ നന്നായിട്ട് ലൂസായിട്ട് പോകാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് കട്ടി പിടിക്കാതെ നല്ല അധികം ആയാസപ്പെടാതെ മോഷൻ നല്ല ലൂസായിട്ട് പോകാൻ സഹായിക്കുന്ന മെഡിസിൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ സുകുമാര എരണ്ടം ക്യാപ്സ്യൂൾസൊക്കെ വളരെ പ്രയോജനമാണ്. മാത്രമല്ല, കഷായങ്ങൾ നമ്മൾ അതുപോലത്തുള്ള കഷായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ നമ്മൾ പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ത്രിഫല കഷായത്തിൽ നമ്മൾ സിസ് ബാത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ത്രിഫല കഷായത്തിൽ നമ്മൾ ഇരിക്കാൻ പറയുന്നുണ്ട്. 15 മിനിറ്റിനോളം നേരം ചൂടോടുകൂടി കടുക്ക, നെല്ലിക്ക, താനിക്ക തോടിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ചെറുതായിട്ട് ചെറു ചൂടോടുകൂടി അതിലിരിക്കാനായിട്ട് പറയുന്നുണ്ട്.
അപ്പോൾ അത് നമ്മുടെ ഈ പൈൽ മാസിനെ കുറച്ചൊക്കെ ചുരുക്കാനായിട്ട് സഹായിക്കുന്ന ട്രീറ്റ്മെൻറ്റ്സാണ് അതൊക്കെ. മാത്രമല്ല നമ്മൾ ജാത്യാദി തൈലമിട്ട് അവിടെ അപ്ലൈ ചെയ്യാനും പറയുന്നുണ്ട്. ജാത്യാദി ഘൃതം എന്ന് പറയുന്നത് ഇതുപോലെ പൈൽ മാസിനെ ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ്. അത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അത് ഗോസിൽ ജാത്യാദി തൈലം അല്ലെങ്കിൽ ഘൃതം നമ്മൾ ഈ ഗോസിലിട്ട് വെച്ചതിന് ശേഷം അത് അവിടെ ബാൻഡേജായിട്ട് ചെയ്യുന്നത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്ക് ക്ഷാരസൂത്രം അപ്ലൈ ചെയ്യുന്നതും വളരെ ഫലപ്രദമാണ്. അത് നമ്മൾ പോയി തന്നെ ചെയ്യേണ്ടത് വരും. ഹോസ്പിറ്റൽസിലൊക്കെ പോയി തന്നെ ക്ഷാരകർമ്മം ക്ഷാരസൂത്രമൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് ഈ പൈൽ മാസ് ട്രീറ്റ്മെൻറ്റിന്. നമുക്ക് ക്ഷാരസൂത്രം എന്ന് പറയുന്നത് ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ത്രെഡാണ്. അതായത് അതൊരു നൂലാണ്. അതിൽ നമ്മൾ മെഡിസിൻസ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു നൂലാണ്. അത് അവിടെ പൈൽ മാസിൽ ആ ഒരു അഗ്രത്തിൽ കെട്ടിയിട്ട് അത് 3-4 ദിവസം കൊണ്ട് തന്നെ അവിടുത്തെ ബ്ലഡ് സപ്ലൈ ഇല്ലാതാവുകയും അത് 6-7 ദിവസം കൊണ്ട് തന്നെ അത് പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ക്ഷാരസൂത്രം. മാത്രമല്ല ക്ഷാരകർമ്മം എന്ന് പറയുന്നത് ഇതുപോലെ ക്ഷാരം നമ്മൾ അവിടെ ആ പൈൽ മാസിലും ഇൻറ്റേർണൽ പൈൽ മാസിലൊക്കെ നമ്മൾ ക്ഷാരം എന്ന് പറയുന്ന ഒരു വൈറ്റ് പൗഡർ അത് മെഡിക്കേറ്റഡ് ആണ്. അത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പൗഡർ അത് അവിടെ അപ്ലൈ ചെയ്യുന്നതാണ് ക്ഷാരകർമ്മം. അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇതേപോലെ നല്ല കളർ വ്യത്യാസം വരികയും അവിടെ ഷ്രിങ്ക് ചെയ്യുകയും ചെയ്യുക. അതായത് അത് ചുരുങ്ങുകയും ചരിക്കുകയും അത് പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് ക്ഷാരകർമ്മ ട്രീറ്റ്മെൻറ്റ്. അതേപോലെ ഒരുപാട് നമുക്ക് ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. സാരം കൊണ്ട് തന്നെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇതുപോലെ ക്ഷാരസൂത്രം ക്ഷാരകർമ്മമൊക്കെ നമുക്ക് പൈൽസിന് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് റിലീഫ് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ആയുർവേദത്തിൽ നല്ല ബെനിഫിറ്റ്സ് തരുന്ന ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ഈ പൈൽസിന് അവൈലബിൾ ആണ്. താങ്ക് യു.